നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ആകെ മെസ്സിമയം, അതാണ് ഇപ്പോൾ നമ്മൾ ഈ വേൾഡ് കപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. 39 വയസ്സിൽ വന്നിട്ട് ഒരാൾ ലോക ഫുട്ബോളിനെ ഇങ്ങനെ പിടിച്ചു കുലുക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ശരിയാണ്, 39, 40, 41 റോജർ മില്ല 42 ഒക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വേൾഡ് കപ്പ് മൊത്തമായിട്ട് അങ്ങ് പിടിച്ചു കുലുക്കി അതിൽ ടോപ്പ് സ്കോറർ, അതിൽ ഇത്രയധികം അസിസ്റ്റുകൾ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. നമ്മോടൊപ്പം കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടി ഫുട്ബോൾ നിരീക്ഷകൻ ഷിയാബ് സാർ ഉണ്ട്. വെൽക്കം ഷിയാബ് സാർ. മെസ്സി നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുകയാണ്. ഇപ്പം ഹാരി കെയ്നോട് ഇന്നലത്തെ കളി കഴിഞ്ഞിട്ട് ചോദിക്കേണ്ടായി അടുത്ത വേൾഡ് കപ്പ് കളിക്കുമോ. ഹാരി കെയ്ൻ്റെ വയസ്സ് 32. ഹാരി കെയ്ൻ പറഞ്ഞത് എനിക്ക് ഇപ്പോൾ ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല, 1-2 കൊല്ലത്തിനുള്ളിൽ ഞാൻ തീരുമാനമെടുക്കും. 4 വർഷം എന്ന് പറയുന്നത് ലോങ് ടൈമാണ്. പക്ഷേ 39 വയസ്സിൽ മെസ്സി ഇങ്ങനെ കളിക്കുമ്പോൾ ഞാനിനി എന്തോ പറയാൻ ചോദിക്കുന്നുണ്ട്. താരങ്ങൾ പോലും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ മെസ്സി ഈ ഫിഫ വേൾഡ് കപ്പിൽ 3 വേൾഡ് കപ്പിലാണ് മെസ്സിയുടെ പെർഫോമൻസ് നമ്മൾ ശരിക്കും എടുത്ത് കാണിക്കുന്നത്. 6 വേൾഡ് കപ്പുകളിൽ. ഒന്ന് 2014 2014 ഫൈനലിൽ തോറ്റു. എന്നാലും ഗോൾഡൻ ബോൾ മെസ്സിക്ക് തന്നെ കിട്ടിയത്. 4 ഗോളാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ നമുക്ക് വേണ്ടത്ര രീതിയിൽ മെസ്സിയുടെ രീതിയിലുള്ളൊരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര രീതിയിൽ ഒരു നിർണായകമായിട്ടുള്ള ടൈമുകളിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഗോൾ അടിക്കുകയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 2022 അർജൻറ്റീന വേൾഡ് കപ്പുകളിൽ. പക്ഷെ അതിൽ നമ്മൾ 7 ഗോളുകൾ മെസ്സി ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ പെനാൽറ്റി ഗോളുകൾ. എപ്പോഴും നമ്മൾ മെസ്സിയുടെ എതിരാളികൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആ കപ്പ് തന്നെ റിഗ്ഡാണ്, അതേപോലെ തന്നെ ഗോളുകൾ പലതും പെനാൽറ്റി ഫിഫയുടെ അസിസ്റ്റോട് കൂടിയിട്ടുള്ള പെനാൽറ്റിയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ്. പക്ഷെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ മെസ്സി നല്ല രീതിയിൽ, അതും 35 വയസ്സാണ്, നല്ല രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം ഈ 39 വയസ്സിൽ നമ്മൾ ഒരിക്കലും ഈ വേൾഡ് കപ്പിൽ 2026 വേൾഡ് കപ്പിൽ മെസ്സി കളിക്കുന്ന പ്രതീക്ഷപ്പെട്ടുകൂടില്ല. പ്രതീക്ഷയില്ല എന്നുള്ളതാണ്. ഈ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വേൾഡ് കപ്പില് മെസ്സിയുടെ ചിറകിലേറി ഇപ്പോൾ അർജന്റീന ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. അത് തന്നെ മെസ്സിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾ അടിക്കുകയും ഗോൾ അടിപ്പിക്കുകയും ചെയ്യുന്നുള്ളൂ. ഇപ്പം നിലവിൽ ഇപ്പം എംബാപ്പെ പോയി, ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പോയി, ഇപ്പം മെസ്സി ഒറ്റയ്ക്കാണ്. ആ ഒരു ഗോളാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ 8 ഗോളുകൾ, അതിന് കൂടെ 4 അസിസ്റ്റുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫൈനലിൽ ഒരു പക്ഷേ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു ഗോൾ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ ബോളും ഇത് രണ്ടും മെസ്സിയുടെ വഴിക്ക് വരുന്ന രീതിയിലുള്ള ഒരു നിലയാണ് ഉള്ളത്. അത്തരത്തിൽ അദ്ദേഹം ആധിപത്യം പുലർത്തിയിട്ടുണ്ട് ഈ വേൾഡ് കപ്പിൽ നിന്നുള്ളതാണ് അത് കാണിക്കുന്നത്. 2 സന്ദർഭങ്ങൾ ഞാൻ സാറിന് ഉറപ്പെടുത്തുകയാണ്. 2016 കോപ്പ അമേരിക്ക അദ്ദേഹം ഫൈനലിൽ പെനാൽറ്റി മിസ് ചെയ്യുന്നു, മടുത്തു, ഇനി കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിരമിച്ച അയാളാണ്. കലങ്ങി നിൽക്കുന്ന മെസ്സിയുടെ ആ ചിത്രം ഇപ്പോഴും ആരാധകരുടെ ഇടനെഞ്ചിൽ ഒരു നീറ്റലായിട്ടുണ്ട്. അങ്ങനെ വിരമിച്ചയാൾ പിന്നെ തിരികെ വന്നാണിത്. അതും കഴിഞ്ഞില്ല. 2018 വേൾഡ് കപ്പിൽ അർജൻറ്റീന ഫ്രാൻസിനോട് തോറ്റിട്ട് വേൾഡ് കപ്പിൽ നിന്ന് പുറത്താകുമ്പോൾ ആ കമൻറ്റേറ്റേഴ്സ് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഷുവർലി മെസ്സിയുടെ അവസാന വേൾഡ് കപ്പ് മത്സരം കളിച്ചിരിക്കുന്നു, വേൾഡ് കപ്പ് ഇല്ലാതെ ഒരു ലെജൻഡ് മടങ്ങുകയാണെന്നാണ് അന്ന് ഇംഗ്ലീഷ് കമൻറ്റേറ്റേഴ്സ് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. മെസ്സി നമ്മൾ ഓൾ ടൈം ഗോട്ട് എന്നൊക്കെ പറയാവുന്ന ഇപ്പോൾ ഈ വേൾഡ് കപ്പ് എനിക്ക് തോന്നുന്നു ഈ വേൾഡ് കപ്പ് നേടേണ്ട ആവശ്യമില്ല. ഈവൻ ഫൈനലിസ്റ്റ് ആണെങ്കിൽ പോലും, റണ്ണേഴ്സ് ആണെന്നെങ്കിൽ കൂടി ഇതേപോലെ റീസെൻ്റ്ലി നമുക്കിപ്പോൾ മെസ്സിയോട് ഇപ്പോൾ കമ്പയർ ചെയ്യപ്പെടുന്ന ഏതെങ്കിലും താരങ്ങൾക്ക് അങ്ങനെ അവകാശപ്പെടാനുള്ള നേട്ടം ആർക്കുള്ളത്? ഒന്നുമില്ല. നിലവിലിപ്പോൾ ഒരു ഗോട്ട് ഡിബേറ്റ് ഇല്ല. കാരണം ഒരു 3 വേൾഡ് കപ്പ്, ഒരു വേൾഡ് കപ്പിന്റെ ഫൈനൽ പോലെ ഇപ്പോൾ ക്രിസ്ത്യാനോയാണ് മെസ്സിയോട് കമ്പയർ ചെയ്യപ്പെടുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്രിസ്ത്യാനോയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈനൽ പോലും ഇല്ല എന്നുള്ള, ഫൈനൽ കടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മെസ്സി ഇവിടെയാണ് ഇപ്പോൾ 2014, ഇപ്പോൾ 2018 ഒരു ഇടവേള മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2022 അപ്പോൾ മെസ്സി ഫാക്ടർ തന്നെ അല്ല, അത് മെസ്സി ഫാക്ടറാണ്. അപ്പോൾ ആ ഒരു ഫാക്ടർ കൊണ്ട് 2014 ഇതുവരെ അർജന്റീന 1986 90 ശേഷം, 90 അതിന് മുമ്പ് ഫൈനൽ കടന്നുണ്ടായത്. അപ്പം അതിനുശേഷം 2014 24 വർഷത്തിന് ശേഷമാണ് അർജന്റീന എന്ത് ചെയ്യുന്നത്, ഫൈനൽ കിടക്കുന്നത്. അപ്പൊ അത് മെസ്സിയുടെ പ്രൈമിലാണ്. 2022 അപ്പോഴും മെസ്സിയാണ്. 2026 നമ്മൾ ഇതേപോലെ മെസ്സിയുടെ ചിറകിലേറിയിട്ടാണ്. നമ്മൾ കണ്ടു എങ്ങനെയാണ് അർജന്റീന ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജുകളിൽ മെസ്സി മാത്രം ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് സ്റ്റേജിൽ മെസ്സി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗോളുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോർദാനെതിരെയുള്ള കളിയിൽ മാത്രമാണ്
അദ്ദേഹം വേറെ ആരെങ്കിലും നമ്മൾ ഓസൻസയോ അപ്പോൾ ആ ടൈമിലുള്ള അല്ലെങ്കിൽ ലോതാരയുടെ ഒരു പെനാൽറ്റി ഗോളൊക്കെ വരുന്നത്, അപ്പോൾ അവിടെ മെസ്സി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഉഷാറാകാൻ വേണ്ടി മെസ്സി അവസാനം ഒരു 30 മിനിറ്റ് കളിച്ചപ്പോഴാണ് ഒരു മെസ്സിയുടെ പ്രസൻസ് എന്ന് പറയുന്നത് ഇപ്പൊ അർജന്റീനക്ക് നൽകുന്ന എന്താണെന്ന് പറയാൻ പറ്റും നമുക്ക് ആ ഒരു മെസ്സി ഫാക്ടറിനെ കുറിച്ച്. കാരണം എന്തുകൊണ്ടെങ്കിൽ അത്രമാത്രമുള്ള ഒരു വളരെ ഡിസൈസീവ് ആയിട്ടുള്ള ഒരു പ്രസൻസ് ആണ് ആക്ച്വലി മെസ്സി എന്ന് വന്ന നിലവിൽ. കാരണം മെസ്സി, ഞാൻ പറഞ്ഞ പോലെ മെസ്സി അങ്ങോട്ട് ഒരുമ്പിടാണ്. ഒരുമ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ടീമിലെ കളിക്കാരെന്ന് പറയുന്നത് അവർ എന്തും ചെയ്യാൻ തയ്യാറാണെന്നുള്ളതാണ്. ആ രീതിയിൽ അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഒതുങ്ങി അങ്ങ് മെസ്സി ഇറങ്ങുന്നു, കൂടെ പിള്ളേർ ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഇതിൽ നമ്മുടെ സാധാരണ ഉള്ള കൺവെൻഷൻസ് മൊത്തം മാറ്റിമറിക്കുന്ന തരത്തിലെ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കമൻറ്റേറ്റേഴ്സ് ഇയാൾ ഇനി വേൾഡ് കപ്പ് കളിക്കൂല എന്ന് പറഞ്ഞിടത്ത് നിന്ന് അദ്ദേഹം ഒരു വേൾഡ് കപ്പ് കിരീടവും ചൂടി അടുത്ത വേൾഡ് കപ്പിൻ്റെ ഫൈനലിലെത്തി നിൽക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം, സാധാരണ നമ്മളെപ്പോഴും പറയാറുണ്ട്, യൂറോപ്യൻ ലീഗുകളിലൊക്കെ കളിക്കുമ്പോഴാണ് ആ ഒരു കോമ്പറ്റിറ്റീവ് ഫുട്ബോൾ അങ്ങനെ നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഒരു റിട്ടയർമെൻറ്റ് ഹോം പോലെയാണ് MLS ഒക്കെ കാണാറുള്ളത് എന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ കളിച്ചാൽ ആ ഒരു കോമ്പറ്റിറ്റീവ്നെസ് ഒക്കെ പോകും എന്നൊക്കെയാണ് പൊതുവേ ഉള്ളൊരു ധാരണ, ഒരു കൺവെൻഷൻ അതാണ്. അവിടെയാണ് ഈ ഒരു വ്യത്യാസം വരുന്നത്. നോക്കുക, ഇപ്പം 2022 മെസ്സിയുടെ പ്രൈം ടൈമൊന്നുമല്ല. അദ്ദേഹം ബാഴ്സലോണ വിട്ട് കഴിഞ്ഞു, അദ്ദേഹം PSG പോയി. അന്നത്തെ PSG അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ലീഗ് 1 ഒക്കെ എല്ലാവരും കണ്ടൻ ലീഗ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നിടത്ത് നിന്ന് പോയിട്ടാണ് ആ കിരീടം 2022 നേടുന്നത്. അത് കഴിഞ്ഞിട്ട് ആൾ നേരെ MLS പോകും. ഇനിയില്ല, ഇനി വരൂല എന്ന് കരുതിയിടത്ത് നിന്നാണ് അടുത്ത വേൾഡ് കപ്പിൽ, കഴിഞ്ഞ വേൾഡ് കപ്പിൽ ടീമിനെ കൊണ്ടുപോയതിനേക്കാൾ കൂടുതൽ മികച്ച രൂപത്തിൽ സ്വന്തം തോളിലേറ്റി കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, മെസ്സിക്ക് ഇതൊന്നും ബാധകമല്ല. യൂറോപ്പിൽ കളിച്ചാൽ മാത്രമേ ഇങ്ങനെ രാഗി മിനുക്കി കോമ്പറ്റീറ്റീവായിട്ട് നിൽക്കുള്ളൂ എന്നുള്ളതൊന്നും മെസ്സിക്ക് ഒന്നും ബാധകമല്ല. നമുക്ക് കളിക്കാതിരുന്നാലും പിന്നെ അടുത്ത വേൾഡ് കപ്പ് കളിക്കും, ഇങ്ങനെ കളിക്കും. അതാണ് ഇപ്പം നമുക്ക് ഒന്നാമത് മെസ്സിയുടെ യുണീക്കായിട്ടുള്ള ഒരു കളിശൈലിയാണ്. അതെ. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മൾ മെസ്സിയുടെയും ക്രിസ്ത്യാനോയുടെയും ഒരു കളിശൈലി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒന്ന് ഫിസിക്കലി ഡിപ്പെൻഡൻ്റ് ആണ് ക്രിസ്ത്യാനോയുടെ കൂടുതലായിട്ട്. ഇപ്പോൾ ക്രിസ്ത്യാനോയുടെ ഒരു പക്ഷേ എന്ന് പറയുന്നത് ഡിക്ലൈനിങ് സ്റ്റേജിലേക്ക് ഒരു പക്ഷേ അൽ നസറിലേക്ക് പോയാൽ നമുക്ക് അത്ഭുതം കാണിക്കാനുള്ളത്. കാരണം വെച്ചെങ്കിൽ യൂറോപ്പിലെ വലിയ വേദിയിൽ ഒന്നുകൂടി എന്ന് പറയുന്നത് ക്രിസ്ത്യാനോ കളിശൈലിക്ക് ഒന്നുകൂടി ഫിസിക്കാലിറ്റി ആവശ്യമാണെന്നുള്ളതാണ്. പക്ഷെ മെസ്സി, എനിക്ക് തോന്നുന്നു മെസ്സി MLS കുറച്ച് ഏർലി ആയോ ആ തീരുമാനം എന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം കളി ഉണ്ടായിരുന്നു മെസ്സിയുടെ കാര്യത്തിൽ. കുറച്ചുകൂടി വേണമെങ്കിൽ ഏതെങ്കിലും യൂറോപ്പിൽ തന്നെ ഒരു എലൈറ്റ് ക്ലബിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തുടരാമായിരുന്നു. അപ്പം അതിനുള്ള കളി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വേൾഡ് കപ്പിലും കഴിഞ്ഞ കോപ്പ അമേരിക്കയിലൊക്കെ മെസ്സി കളിച്ച കളി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെസ്സി എന്തിനാണ് ഇത്ര നേരത്തെ MLS പോയത് എന്നുള്ളതുണ്ട്. പക്ഷെ ഏജ് ഒരു ഘടകമാണ്. പക്ഷെ സ്റ്റിൽ എന്താ പറയുക, മെസ്സി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക രീതി അല്ലെങ്കിൽ പെർഫോമൻസ് എന്ന് പറയുന്നത് അത് വളരെ യുണീക്കാണെന്ന് പറയാൻ പറ്റും. വളരെ യുണീക്കും വളരെ എലൈറ്റുമാണ് എന്നുള്ളതാണ് മെസ്സിയുടെ കളി രീതിയുടെ ഒരു പ്രത്യേകത. മറ്റാർക്കും ഇല്ലാത്തൊരു സംഭവമാണ്, അത് യുണീക്കാണെന്നുള്ളതാണ്. അത് ആർക്കും ഇനി അനുകരിക്കാൻ പറ്റൂല. അങ്ങനെയാണ് അദ്ദേഹം ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ഈ വേൾഡ് കപ്പിൽ ഇപ്പം സാറ് നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ ബോളും ഒക്കെ മെസ്സി കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് മഹാസംഭവമായിരിക്കും. അങ്ങനെ വന്നാൽ ബാലൻ ഡ്യൂറും അദ്ദേഹത്തെ തേടിയെത്തിയാൽ അത്ഭുതപ്പെടേണ്ടത്. ഫിഫ ബെസ്റ്റ് ഓൾമോസ്റ്റ് ഇത് നേടിക്കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ബാലൻ ഡ്യൂറിനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ഈ ബാലൻ ഡ്യൂർ ഒന്നും യൂറോപ്യൻ ലീഗുകളുടെ പുറത്ത് കളിക്കുന്നവർക്ക് അങ്ങനെ കിട്ടാറില്ല. ആദ്യകാലത്ത് ഇത് യൂറോപ്പിൽ കളിക്കുന്ന യൂറോപ്യന്മാർക്ക് മാത്രം കൊടുത്തിരുന്നതാണ്. പിന്നീട് ഇത് മറ്റ് ആളുകൾ കൂടി പരിഗണിക്കാൻ തുടങ്ങി. ഇപ്പം യൂറോപ്യൻ ലീഗിലല്ലാതെ കളിക്കുമ്പോൾ ഇത് ബാലൻ ഡ്യൂർ കിട്ടിയത് മെസ്സിക്ക് അവസാനമായി കിട്ടിയ സമയത്താണ്. പക്ഷെ അതും അന്ന് അദ്ദേഹം PSG കളിച്ച ആ സീസൺ പരിഗണിച്ചിട്ടാണ് അത് കിട്ടുന്നത്. പിന്നെ വേൾഡ് കപ്പിലെ പെർഫോമൻസ് കൂടി നോക്കിയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ ആ പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അത് മഹാസംഭവമായിരിക്കും. മെസ്സി ഒരു 9ാം ബാലൻ ഡ്യൂർ കൊണ്ടുപോകാനുള്ള സാധ്യത സാറ് കാണുന്നുണ്ട്. വേൾഡ് കപ്പിൽ നേടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒരിക്കലും ശരിക്കും നമ്മുടെ ഒരു വൈൽഡ് ഡ്രീമിൽ പോലും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർജൻറ്റീന അത് ഫൈനലിലെത്തി. അപ്പോൾ നമ്മളിപ്പോൾ അർജൻറ്റീന ഒന്നാമത് നോക്കൗട്ട് സ്റ്റേജിൽ സ്ട്രഗിൾ ചെയ്യുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മെസ്സിയുടെ ചിറകിലേറിയിട്ട് ഇപ്പോൾ ഈ ഓരോ നോക്കൗട്ട് സ്റ്റേജിലും സത്യം പറഞ്ഞാൽ അവർ തിരിച്ചു വന്നിട്ടുള്ള അസാമാന്യമായിട്ടുള്ള ഒരു പ്രകടനത്തിലൂടെ ഒരു മത്സരങ്ങൾ തിരിച്ചു വന്നത്. ഈജിപ്തിനെതിരെയാണെന്നുണ്ടെങ്കിൽ കേപ്പ് വെർദെ, അതേപോലെ തന്നെ സ്വിറ്റ്സർലൻഡിനെതിരെ കളി ഒക്കെ. ഇപ്പോൾ ഈ കളിയിലും നമ്മൾ ഇംഗ്ലണ്ട്, നമ്മൾ ഏറ്റവും ക്വാളിറ്റി ടീം ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ നേരിട്ടത് ഫേസ് ചെയ്തിട്ടുള്ളത് ഇതിൽ പോലും നമ്മൾ അവർ അസാമാന്യമായിട്ടുള്ള ഒരു പ്രകടനം.
അപ്പം അതിലേക്ക് മെസ്സിയുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ എന്താണെന്ന് കണ്ടതാണ്. അപ്പോൾ ഇത് നമ്മൾ മാത്രമല്ല കാണുന്നത്, ശ്രദ്ധിക്കുന്നത് വോട്ട് ചെയ്യുന്നവരും കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വേൾഡ് കപ്പ് നേടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സിക്ക് അതിനുള്ളൊരു ചാൻസ് അവിടെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 39ാമത്തെ വയസ്സിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വൻ സംഭവമായിരിക്കും. തീർച്ചയായിട്ടും 39ാം വയസ്സിലൊന്നുമല്ല. അപ്പോൾ ഒരു സെക്കൻഡ് നിൽക്കുന്ന ആളുമായിട്ടുള്ള അന്തരം ഒന്ന് ആലോചിച്ച് നോക്കുക എന്നുള്ളതാണ്. അതാണ് അഞ്ചാണ്. ഇതിപ്പോൾ 9 പോവുകയാണെങ്കിൽ 9 അന്തരമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി ഉള്ളത്, ഇപ്പം ലയണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യാനോയെ പറ്റി പറയാറുണ്ട്, ഒരു നേട്ടം നേടിക്കഴിഞ്ഞാൽ സാധാരണ താരങ്ങൾക്ക് പിന്നെ ആ ഒരു ഹങ്കർ പോകും. പക്ഷേ ക്രിസ്ത്യാനോക്ക് അത് പോകാറില്ല, ഇനിയും എന്ന് തോന്നാറുണ്ടെന്ന്. ശരിക്കും മെസ്സിക്കല്ലേ അത് ഇനിയും എന്നുള്ളത്. ഇപ്പോൾ 8 ബാലൻഡ്യൂർ നേടിയ ആൾ 9ാമത്തെ ബാലൻഡ്യൂർ പോകുന്നു. സാധ്യത ഇവിടെ തെളിഞ്ഞു വരുന്നു. കാരണം നമ്മൾ വേൾഡ് കപ്പുകളിൽ നന്നായി കളിക്കുന്നവർക്ക് ബാലൻഡ്യൂർ കൊടുക്കുന്ന വേൾഡ് കപ്പ് ഇയറുകളിൽ സ്ഥിരമായിട്ട് കാണുന്നതാണ്. ലൂക്ക മോഡ്രിച്ചിന് കിട്ടിയതാണെങ്കിലും ഓരോ വർഷങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം ഇനിയൊരു ബാലൻഡ്യൂർ വേൾഡ് കപ്പ് ഓൾറെഡി നേടിക്കഴിഞ്ഞ മനുഷ്യൻ ഇനിയൊരു വേൾഡ് കപ്പ് നേട്ടത്തിന് വേണ്ടി പോരാടുമ്പോൾ ആ ഹങ്കർ ഇപ്പോഴും അണഞ്ഞിട്ടില്ല. ഇതില്ലേ ഞാൻ കാണുന്ന പ്രധാന വ്യത്യാസം സാർ ക്രിസ്ത്യാനോയോട് പറഞ്ഞുകൊണ്ട് പറയാണ്, ക്രിസ്ത്യാനോയുടെ ഹങ്കർ എന്ന് പറയുന്നത് ഒന്നുകൂടി പേഴ്സണൽ ഗ്ലോറിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത്. അത് ടീമിന് വേണ്ടി. ഇപ്പം ടീമിനാണെങ്കിൽ നമ്മൾ ആക്ച്വലി എന്താ പറയുക, നമ്മളിപ്പോൾ ഈ വേൾഡ് കപ്പിൽ തന്നെ പോർച്ചുഗലിൻ്റെ പെർഫോമൻസ് വളരെ ഡിസപ്പോയിൻറ്റിങ് പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അതിൽ ആക്ച്വലി ക്രിസ്ത്യാനോ റൊണാൾഡോ ആ ഒരു ടീമുമായി ബന്ധപ്പെട്ട് നല്ലൊരു ടീമായിട്ട് പോലും, നല്ല സ്ക്വാഡ് ഡെപ്തുള്ള ടീമായിട്ട് പോലും ആ ടീമായിട്ടൊരു ജെല്ലാവാൻ നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കളിക്കാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ക്രിസ്ത്യാനോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ മെസ്സിയുടെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഹങ്കർ എന്ന് പറയുന്നത് അത് ടീമിന് ആവശ്യമുള്ള ടീമിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അല്ല മെസ്സിക്ക് ഇപ്പം എനിക്ക് ഇങ്ങനെ ഒരു ബാലൻഡ്യൂർ വേണം, അല്ലെങ്കിൽ എനിക്കൊരു ഇത്രയും ഗോൾ അടിക്കണം എന്നുള്ള രീതിയല്ല. ടീം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാവുന്നത് ആവശ്യപ്പെടുന്നത് ആ ടൈമിൽ മെസ്സി ഒരുമ്പിട്ട് ഇറങ്ങുകയാണ് എന്നുള്ളതാണ്. അത് നമ്മൾ കണ്ടുവരുന്നത് ഇപ്പൊ ഈ നോക്കൗട്ട് സ്റ്റേജിലൊക്കെ കണ്ട അതാണ്. ഇപ്പൊ മെസ്സിക്ക് അറിയാം, ഇപ്പൊ ടീമിന്റെ പരിമിതി അറിയാം, പ്ലേയേഴ്സ് ഞാനില്ല എന്നുണ്ടെങ്കിൽ ടീമിന്റെ ഗതി എന്താണെന്ന് മെസ്സിക്ക് അതിനെക്കുറിച്ച് വളരെ കോൺഷ്യസ് ആണ്. പക്ഷെ ആ ഒരു മെസ്സിയുടെ പ്രസൻസും മെസ്സിയുടെ ലീഡർഷിപ്പും ആക്ച്വലി മെസ്സി നൽകുന്ന എന്താ പറയുക മറ്റുള്ള ഈ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസും അതുവഴി മറ്റുള്ളവർക്ക് നൽകപ്പെടുന്ന ഒരു ഊർജ്ജമുണ്ട്. ആ ഊർജ്ജത്തിൽ നിന്നാണ് ഒരു ടീമായിട്ട് കളിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതാണ് ഇവിടുത്തെ വലിയ വ്യത്യാസം. ഈ രണ്ട് താരങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മളത് കഴിഞ്ഞ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോഴേ പറഞ്ഞതാണ്, ഈ ഗോട്ട് ഡിബേറ്റ് എന്നുള്ളത് ഇനിയില്ല, അത് അവസാനിച്ചതാണ്. പിന്നെ ആരാധകർ ഇങ്ങനെ കൊണ്ടുവരുന്നുള്ളൂ. കാരണം നമ്മൾ ഗോൾഡൻ ബൂട്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ബാലൻഡ്യൂറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും വേൾഡ് കപ്പിൻ്റെ കണക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിലും ഇപ്പോൾ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച താരം മെസ്സിയാണ്. ഏറ്റവും കൂടുതൽ അസിസ്റ്റ് മെസ്സിക്കാണ്. കരിയർ കോൺട്രിബ്യൂഷന് ടോട്ടൽ കോൺട്രിബ്യൂഷൻ 33 ആണ്. ഇതുവരെ 33. എംബാപ്പയുടെ 25 33 കോൺട്രിബ്യൂഷൻ, 21 ഗോളും 12 അസിസ്റ്റും ടോട്ടൽ കരിയറിൽ വന്നിട്ടുണ്ട്. ഗോൾ കോൺട്രിബ്യൂഷൻ ടോട്ടൽ എംബാപ്പെ 2ാം സ്ഥാനത്ത് 25 ആണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും രീതിയിലുള്ള എന്താ പറയുക, ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ്. അപ്പോൾ അതിൽ ഞാനൊരു കാര്യം കൂടി, ഇപ്പോൾ എംബാപ്പെ 25 വയസ്സിലാണ് ഞാൻ നിൽക്കുന്നത്, മെസ്സി 27 39 വയസ്സിലാണ് നമ്മുടെ മെസ്സി നിൽക്കുന്നത്. ശരിയാണ്, എംബാപ്പെ മെസ്സിയുടെ റെക്കോർഡുകൾ മറികടന്നേക്കും. പക്ഷെ ഇതിൽ ഉള്ളൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, എംബാപ്പയുടെ കാര്യം നോർമലാണ്. കാരണം ഒരു മനുഷ്യൻ്റെ പീക്കിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം ഇങ്ങനെ നേടി പോവാണ്. മെസ്സി പീക്ക് സമയത്തൊന്നും വേൾഡ് കപ്പിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ഈ നോക്കൗട്ടിൽ ഗോളുകൾ പോലും വരുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പിലാണ്. അപ്പോൾ പീക്ക് കഴിഞ്ഞിട്ട് പിന്നൊരു വലിയൊരു പീക്ക് സംഭവിക്കണം. അതായത് ക്ലബ് ഫുട്ബോളിൽ ശരി നോർമലായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ മെസ്സി ഒരു ലേറ്റ് ബ്ലൂമർ ആണോ? ലേറ്റ് ബ്ലൂമർ എനിക്ക് തോന്നുന്നു അതുമായി ഒരു കോൺഷ്യസ്നെസ് വരുന്നത് പിന്നെയാണ് തോന്നുന്നു മെസ്സിക്ക്. അതായത് ഇതുകൂടി വേണം. ഇതുകൂടി വേണം. കാരണം വെച്ചെങ്കിൽ മുമ്പ് ബാഴ്സലോണയിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. ബാഴ്സലോണ ഇതിൽ എലൈറ്റ്, യൂറോപ്പിലെ എലൈറ്റ് ക്ലബ്ബാണ് ബാഴ്സലോണ എന്ന് പറയുന്നത്. ട്രിബിളും ഒക്കെ അങ്ങനെ നേടിക്കൊണ്ടിരുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത്രയും എലൈറ്റ് ആയിട്ടുള്ള ഒരു പൂൾ ഓഫ് പ്ലെയേഴ്സ്, ചാവി, ഇനിയസ്റ്റ, ഇതേപോലെ തന്നെ എന്താ പറയുക
ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്ന ഒരു ടൈം അങ്ങനത്തെ രീതിയിൽ പീക്ക് ലെവലിൽ കളിച്ചുകൊണ്ടിരുന്നതാണ്, അത്രയും ആ രീതിയിൽ കളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അർജൻറ്റീനയുടെ ഒരു ഭാഗത്ത് കളി ഇടയ്ക്കൊക്കെയാണ് കളിക്കാൻ പോകുന്നത്, ഇടയ്ക്കാണ് കളി പോവുള്ളൂ. അതേപോലെ തന്നെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സോ ഏതെങ്കിലും ഫ്രണ്ട്ലിയോ എപ്പോഴെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ കോപ്പ അമേരിക്ക വരികയാണെന്ന്, കോപ്പ അമേരിക്ക അതൊരു ആ സമയത്ത് നേടുന്നുണ്ടായിരുന്നില്ല. 2016 നമുക്ക് കണ്ടില്ല, 2016 ഒക്കെ എന്ന് പറയുന്നത് അതുവരെ ഇന്റർനാഷണൽ ഒന്നും നേടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയുമ്പോൾ അത് വരുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു സെക്കൻഡറി ആയിട്ട് മെസ്സിക്ക് ഒരു പക്ഷെ തോന്നിയിട്ടുണ്ടാവും. ഒരു പക്ഷെ കോമ്പറ്റീഷൻ ലെവൽ എത്രത്തോളം ഉണ്ടായിരുന്നുണ്ടാവില്ല, അപ്പോൾ ഒരു പക്ഷെ അതിനത്ര ഒരു പ്രാധാന്യം തോന്നിയിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ കളിച്ചിട്ടുണ്ടാവും, അർജന്റീന കളിക്കുന്നുണ്ടാവും, ആത്മാർത്ഥം ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല, കളിക്കുന്നുണ്ടാവും. പക്ഷെ എന്താണോ നേടിയേ പറ്റൂന്നുള്ള അതുമായി ബന്ധപ്പെട്ട ഒരു ബോധം, ആ ഒരു കോൺഷ്യസ്നെസ് ഒരു പക്ഷെ പിന്നെയോ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2014 ഒക്കെ വന്നിട്ടുണ്ട്, 2014 ആയപ്പോഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് നമുക്കറിയാം വേൾഡ് കപ്പ് ഫൈനലിൽ നഷ്ടപ്പെട്ട സമയത്തൊക്കെ മെസ്സിക്ക് നല്ല നിരാശയും അതേപോലെ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2018 പിന്നെ നിരാശ കൊണ്ട് ടീം എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി അത്രമാത്രം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, കോച്ചുമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു 2014 അവിടുന്ന് ഇങ്ങോട്ട് മുതൽ മെസ്സിക്ക് ഇത് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ തന്നെയാണ് ഈ കോപ്പ അമേരിക്ക 2016 നഷ്ടപ്പെടുന്നതും, ഇന്റർനാഷണൽ ഗ്ലോറി 2014 വേൾഡ് കപ്പ് ഫൈനൽ നഷ്ടപ്പെട്ടു, 2016 വീണ്ടും 15-16 അപ്പൊ അതിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ ആണ് ഒരു പക്ഷേ വിരമിക്കുക എന്നുള്ള ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ നമ്മൾ ജീവിതത്തിൽ ശ്രമങ്ങൾ അവസാനിപ്പിക്കേണ്ടതില്ല എന്നുള്ള ഒരു പാഠം കൂടി മെസ്സി നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. ഞാൻ അതിനോട് കൂടെ ഒരു കാര്യം കൂടി എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ സാമ്പോളിയെ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നാണ്. സാമ്പോളി പോയതിന് ശേഷമാണ് നമ്മുടെ സ്കലോനി വരുന്നത്. സ്കലോനി മെസ്സിക്ക് ഒപ്പം മുമ്പ് കളിച്ചിട്ടുള്ള ആളാണ്. മെസ്സിയുമായിട്ട് വളരെ അടുപ്പമുള്ള കുറേ ആളുകൾ, ഐമറും അതുപോലെയുള്ള റോബർട്ടോ അയാളയും ഇങ്ങനെയുള്ള ആളുകളെല്ലാം കൂടി ഒരു കോച്ചിങ് ടീമായിട്ട് ഈ അർജൻറ്റീന ടീമിനെ ഏറ്റെടുക്കുകയാണ്. 2018 വേൾഡ് കപ്പിന് ശേഷം ഇൻട്രീം കോച്ചുമാരായിട്ട് വന്നതാണ്. അതിനുശേഷം പിന്നീട് അവരുടെ പെർഫോമൻസ് കണ്ട് അങ്ങനെ സ്ഥിരമാക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ മെസ്സിക്കൊപ്പം നിന്ന് മെസ്സിയെ മനസ്സിലാകുന്ന, മെസ്സിയുടെ ഇമോഷൻസിനൊക്കെ വലിയ പരിഗണന കൊടുക്കുന്ന ഒരു കോച്ചിങ് സ്റ്റാഫും അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ തയ്യാറുള്ള കുഞ്ഞനുജന്മാരും ആ രൂപത്തിലുള്ള ഒരു സംഘം വന്നപ്പോഴല്ലേ മെസ്സി ശരിക്കും അവിടെ ബോസായിട്ട് മാറിയത്. തീർച്ചയായിട്ടും അതെ. അത് മാത്രമല്ല, ഇപ്പോൾ 2022 അർജന്റീന ടീം എങ്ങനെയായിരുന്നോ ഏകദേശം അതേ ടീം തന്നെയാണോ 2026 ഒരുമിച്ച് കളിച്ച് ഒരുപാട് കളിച്ചിരുന്ന ടീമിന്റെ കോർ അത് തന്നെയാണ്, അതായിരുന്നു. പക്ഷെ നമ്മൾ കഴിഞ്ഞ 2022 വേൾഡ് കപ്പ് കണ്ടപ്പോൾ ഒന്നുകൂടി പ്ലേയേഴ്സിന്റെ ഭാഗത്ത് തുടക്കത്തിൽ നമ്മൾ ഒന്നുകൂടി ഒരു വിഗറസ് ആയത് പ്ലേയേഴ്സ് എനിക്ക് തോന്നുന്നുണ്ട്. മെസ്സിയും എല്ലാവരും ആ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു, വേൾഡ് കപ്പ് നേടണം എന്നുള്ള തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നോക്കൗട്ട് സ്റ്റേജിൽ നമ്മൾ ഇന്നലത്തെ കളിയെല്ലാം പറഞ്ഞത്, ഇന്നത്തെ കളി എന്ന് പറയുന്നത് അർജന്റീന സംബന്ധിച്ചിടത്തോളം സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു, ഏറ്റവും നല്ല, എസ്പെഷ്യലി ആ ഗോൾ അടിച്ചതിന് ശേഷം കളി കഴിയുന്നവരെയുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ നമ്മൾ അർജന്റീനയെ സംശയിച്ച മത്സരങ്ങൾ, ഇപ്പോൾ ഈ ഒരു 3 കളികൾ നോക്കൗട്ട് സ്റ്റേജിലെ മത്സരങ്ങളൊക്കെ എന്ന് പറയുന്നത് അർജന്റീന മിക്കവാറും എലിമിനേറ്റ് ചെയ്യപ്പെടും എന്ന് നമ്മൾ കരുതിയുന്ന കളികളാണ്. ഇതിലൊക്കെ നമ്മൾ വന്നിട്ട് എനിക്ക് തോന്നുന്നത് അന്നത്തെ പ്ലെയേഴ്സ് അതേ ടീം വന്നിട്ടും പക്ഷെ നമ്മൾ ആറ്റിറ്റ്യൂഡിൽ ചില ഒരു വിഷയങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു നമ്മൾ ഇതിലൂടെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഇതേപോലെ തന്നെ റോബർട്ട് അയോല, അതേപോലെ തന്നെ ഐമർ ഇതുപോലെയുള്ള പ്ലേയേഴ്സൊക്കെ എന്ന് പറയുന്നത് മെസ്സിയുമായി ബന്ധപ്പെട്ട ദീർഘകാലം ഇതേപോലെ തന്നെ കളിച്ചില്ലെങ്കിൽ പോലും എപ്പോഴും എന്ന് പറയുന്ന ഒരു ഇമോഷണലി എപ്പോഴും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ അവരും കൂടി സപ്പോർട്ടിങ് ഈ ടീമിലേക്ക് വന്നതോട് കൂടിയിട്ടുണ്ടായിരുന്ന ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു തീർച്ചയായിട്ടും എന്ന് പറയുന്ന ഒരു ഉയർച്ച അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ നമ്മൾ ടീമിനെ ഒരു തുടർച്ചയായിട്ട് കൺസിസ്റ്റൻ്റായി പെർഫോം ചെയ്യാൻ കൂടുതൽ നേട്ടങ്ങളിലേക്ക് കൊണ്ടുപോകാനും തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നത് ശരി തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യങ്ങൾ കൂടി അദ്ദേഹത്തിനൊപ്പം ആ സറൗണ്ടിങ്സ് കൂടി അങ്ങനെ ഒരുങ്ങിയപ്പോൾ മെസ്സി ശരിക്കും നമ്മളെ ഞെട്ടിക്കുകയാണ് ചെയ്തത്. പീക്ക് സമയത്ത് കരിയറിൻ്റെ പീക്കിൽ നേടാൻ പറ്റാത്തതൊക്കെ കരിയറിൻ്റെ അവസാനം നേടുന്ന ഒരു കാര്യമാണ്. അതായത് ക്രിസ്ത്യാനോ എപ്പോഴും പറയുന്ന ഒരു ഉപമ ഞാനിവിടെ എടുത്ത് പറയാം. ക്രിസ്ത്യാനോ ഗോളിൻ്റെ കാര്യത്തിൽ പറയുന്നതാണ്, പക്ഷേ മെസ്സിയുടെ കാര്യത്തിൽ അത് അന്താരാഷ്ട്ര ഫുട്ബോളിലെ നേട്ടങ്ങളുടെ കാര്യത്തിലാണ്. അതായത് നമ്മളൊരു കെച്ചപ്പ് പാത്രം എടുത്ത് ഇങ്ങനെ എക്സ്ക്യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് വരില്ല, എല്ലാം കൂടെ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ വന്ന് അടിയിൽ ഇങ്ങനെ എത്തിയിട്ട് പെട്ടെന്ന് അതങ്ങ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒഴുക്കാണ്. അതുപോലെ കെച്ചപ്പ് ബോട്ടിൽ ഓപ്പൺ ആക്കിയ പോലെ മെസ്സിക്ക് കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അതിസുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി
ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ്. ആരാധകർക്കും ഇത് കേൾക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല. മെസ്സി വേൾഡ് കപ്പ് കഴിഞ്ഞാൽ വിരമിക്കുമോ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന്? നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പ് നേടിയപ്പം നമ്മൾ മെസ്സിയെ കുറിച്ച് പറയുന്ന ഗോൾഡ് പീരീഡ് അവസാനിച്ചു, മെസ്സി എന്ന് പറയുന്ന ഫുട്ബോളിനെ കംപ്ലീറ്റ് ആക്കി എന്നുള്ളതാണ്. അപ്പോൾ മെസ്സി ഒരു പക്ഷെ നമ്മൾ അന്ന് തന്നെ നമ്മൾ കരുതിയിരുന്ന ഇതാണ്, ഈ വേൾഡ് കപ്പ് ഇനി കളിക്കാൻ അടുത്തൊരു വേൾഡ് കപ്പിന് ഉണ്ടാവില്ല എന്നുള്ളതിനെ മെസ്സിയും അങ്ങനെ സാധ്യത ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോയും നമുക്ക് ഒരു ഭാഗത്ത് ക്വാർട്ടർ ഫൈനൽ മൊറോക്കോയുടെ തോറ്റ സമയത്തും നമുക്ക് കാണാൻ പറ്റിയത് ഇനി ഒരു വേൾഡ് കപ്പ് കാണാൻ കഴിയുക എന്നുള്ളത് തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ ഒന്നുകൂടി ക്രിസ്ത്യാനോ എന്ന് പറയുന്ന ഇവർ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ അവിടെ അവസാനിക്കില്ല എന്നുള്ളതാണ്. ഈ മെസ്സിയെ പിടിച്ചു നിർത്തുന്ന ഫാക്ടർ എന്ന് പറയുന്നതും ക്രിസ്ത്യാനോ എന്ന് പറയുന്ന ഫാക്ടർ തന്നെ. അവർ പരസ്പരം ഉള്ള ആ ടോം ആൻഡ് ജെറി ഗെയിമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് തന്നെയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോഴും നമ്മളിപ്പോ വേൾഡ് ഫുട്ബോളിലുള്ള ഒരുപാട് ഡയമെൻഷൻസ് ഒക്കെ മാറി, ഒരുപാട് രീതിയിലുള്ള നമ്മൾ പുതിയ പുതിയ താരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ എംബാപ്പയൊക്കെ നമുക്ക് ഹാലൻഡ്, യമാല്, ഹാരി കെയ്ൻ, വെല്ലിംഗ്ഹാം, ഇതൊക്കെ എന്ന് പറഞ്ഞ് ഈ വേൾഡ് കപ്പിലെ സത്യം പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് എന്നാൽ അതിനനുസരിച്ച് പെർഫോം ചെയ്ത പ്ലേയേഴ്സ് ആണ്. ഇതേപോലെ തന്നെ അപ്പൊ അവര് ക്ലബ് തലത്തിലും പെർഫോം ചെയ്യുന്നുണ്ട്, ഇന്റർനാഷണൽ തലത്തിലും പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ള. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നിട്ടും ഈ രണ്ട് പോൾസ്, വേൾഡ് ഫുട്ബോളിലെ രണ്ട് പോളുകൾ അതിപ്പോഴും അങ്ങനെ നിൽക്കുകയാണ്. ആക്ച്വലി എന്താ പറയാ, നമ്മൾ ഒരാള് ഓപ്പൺ ആയിട്ട് വിരമിച്ചു എന്ന് പറയാതെ, ഇപ്പൊ മെസ്സി 2016 വിരമിച്ച് പറയാച്ചെങ്കിൽ അത് ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആയിരുന്നു. ആ ഹീറ്റില് അതിലുള്ള ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആണ് ആക്ച്വലി എന്ന് പറയുന്നത്. നമ്മളെ തോറ്റ ഒരു ഫ്രസ്ട്രേഷൻ, അതുകൊണ്ട് അതിൽ നിന്ന് വന്ന സംഭവമാണ്. പിന്നെ അത് നമ്മൾ വീണ്ടും അത് ആക്ച്വലി എന്ന് പറയുന്ന തീരുമാനം പിൻവലിച്ച് വീണ്ടും തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പം അതിനുശേഷമുള്ള മെസ്സിയുടെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ മൊത്തത്തിൽ മാറി കണ്ടു. കാരണം അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഒരു മെസ്സിയുടെ ആക്ച്വലി ഇതേപോലെ തന്നെ ഒരു കംബാക്ക്, തിരിച്ചു വരവ്. മെസ്സിയുടെ ആറ്റിറ്റ്യൂഡിലുണ്ടായിരുന്ന ഇന്റർനാഷണൽ ഫുട്ബോളിൽ അർജന്റീനയ്ക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ളൊരു ഡിസൈന് മെസ്സിയുടെ മനസ്സിൽ എനിക്ക് തോന്നുന്നു പതിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതിനനുസരിച്ച് മെസ്സി കളിക്കുകയും പെർഫോം ചെയ്യുകയും അച്ചീവ്മെൻറ്റിൽ നിന്ന് അച്ചീവ്മെൻറ്റിലേക്ക് കൂടുതൽ അങ്ങനെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോപ്പ അമേരിക്കയും വേൾഡ് കപ്പും ഒക്കെ നോക്കുകയാണെങ്കിൽ, പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 2016 ശേഷമുള്ള മെസ്സിയുടെ നേട്ടങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, എന്താണ് ഷോക്കേസിലേക്ക് വന്നിട്ടുള്ള അതാണ്. അപ്പോൾ അത് വിരമിക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത് മെസ്സിയാണ് തീരുമാനം എടുക്കേണ്ടത്. പക്ഷെ നമുക്ക് ഒരു കാര്യം ചോദിക്കാമല്ലോ, മെസ്സി വിരമിക്കാൻ അയക്കണോ ശരിക്കും ഈ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ? മെസ്സി, ക്രിസ്ത്യാനോ, നമ്മളിപ്പോൾ ഫുട്ബോളിൽ ഏജ് നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി നമ്മൾ എലൈറ്റ് പ്ലേയേഴ്സ്, ഇതുപോലെ പ്ലേയേഴ്സ്, ഇവരുടെ ലോഞ്ചെവിറ്റി എന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മെസ്സിയുടെ ഒരു കളി ശൈലിയാണ് മെസ്സിയുടെ ലോഞ്ചെവിറ്റിക്ക് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഇഫേർട്ടുള്ള അനായാസമായ രീതിയിലുള്ള കളി രീതിയാണ്. ക്രിസ്ത്യാനോയുടെ ഒന്നുകൂടി ഫിസിക്കലാണ്, പവറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ക്രിസ്ത്യാനോ എന്ന് പറയുന്നത് വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. ഹാർഡ് വർക്ക് ചെയ്തിട്ട് എത്രത്തോളം നമ്മൾ തൻ്റെ ലോഞ്ചെവിറ്റി ആ രീതിയിലുള്ള എല്ലാ രീതിയിലും ഡയറ്റും എന്തൊക്കെയോ വേണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ആ ഒരു അതാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന പ്ലെയറാണ്. അപ്പം മെസ്സിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഒന്നുകൂടി എഫേർട്ട്ലെസ്. നമ്മളിപ്പോൾ ഈ വേൾഡ് കപ്പിൽ കണ്ടിട്ട് മെസ്സി നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന പഴയ മാതിരി ഓടിയിട്ടൊന്നല്ല, കൂടുതൽ നടക്കുകയായിരുന്നു, ചിലത് പലപ്പോഴും നിൽക്കുകയായിരുന്നു, ജോഗയിലും റണ്ണയിലും വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു സ്കാനിങ് പവർ, അതിന് ശേഷം ബോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യാം, തനിക്ക് അടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മറ്റവർക്ക് എങ്ങനെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്, അതിനെക്കുറിച്ചുള്ള ആ ഒരു അപാരമായിട്ടുള്ള സ്കില്ല് ആ കാലിൽ ഉണ്ട് എന്നുള്ളതാണ്. എക്സ്പീരിയൻസും ഈ കഴിവും കൂടി ചേർന്നപ്പോൾ വേറെ ലെവലായി. അതാണ്. അപ്പോൾ മുമ്പ് നമ്മൾ പ്ലെയേഴ്സ് ഇതേപോലെ തരത്തിലുള്ളത് ഇപ്പോൾ പെലെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ഫുട്ബോളിൽ വിരമിച്ച് 30-ാമത്തെ വയസ്സിലാണ്. 1970 ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഒരു 17-18 വയസ്സിൽ വേൾഡ് കപ്പിൽ 1958 വന്നിട്ട് 1970 ആയപ്പോഴേക്ക് നേടിയപ്പോഴേക്ക് ഇന്റർനാഷണൽ ഫുട്ബോൾ, പിന്നെ ക്ലബ് ഫുട്ബോളിൽ ഉണ്ടായിരുന്നു, കളിച്ചിട്ടുണ്ടായിരുന്നു. അത് വിരമിച്ചു എന്നുള്ളതാണ്. 30-ാമത്തെ വയസ്സാണ്.
പക്ഷെ കളിക്കാരുടെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്പോർട്സ് മെഡിസിൻ്റെ ഒക്കെ വരവ്, തീർച്ചയായിട്ടും ഈ ലോഞ്ചവിറ്റിയുടെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ. സ്റ്റിൽ നമ്മൾ 40 വയസ്സിന്റെ മേലെ എന്നൊക്കെ പറയുന്നത് ഈ ഒരു എലൈറ്റ് ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ എന്താ പറയാ ഒരിക്കലും നമുക്ക് എന്താ പറയുക ചിന്തിക്കാൻ പറ്റാത്തതാണെന്നുള്ളതാണ്. അപ്പം മെസ്സി എന്തായാലും വിരമിക്കാനായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കളി കാണുമ്പോൾ നമുക്ക് പറയാൻ തോന്നും. പക്ഷേ മെസ്സി ആയതുകൊണ്ട് എന്ത് തീരുമാനത്തിലേക്ക് അദ്ദേഹം പോകും എന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം കളി തുടരണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്തായാലും വേൾഡ് കപ്പിൻ്റെ ഫൈനൽ നമ്മൾ കാത്തിരിക്കുകയാണ്. ഫൈനലിന് ശേഷം കൂടുതൽ നമുക്ക് കാര്യങ്ങൾ പറയാനുണ്ടാവും.